നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആള് ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ്. അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. ഒരു പീഡന പരാതി വന്നിരിക്കുകയാണ് ഉപ്പും മുളകിലും 2 നടന്മാർക്കെതിരെ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗികാതിക്രമം നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. അതിലാണ് ബിജു സോമാനം, അതോടൊപ്പം തന്നെ SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉപ്പും മുളകിലും 2 നടന്മാർക്കെതിരെ. പക്ഷെ നടിയുടെ പേരില്ല. അല്ല, നിങ്ങൾ എന്തിനാ ഇതൊക്കെ അപ്പം തന്നാ പോരെ, കുയ്യണ്ണോ? അതായത് പുള്ളി സ്ത്രീകളോട് ചില ആണുങ്ങൾ കാണിക്കുന്ന ചില വൃത്തിയിട്ട ആറ്റിറ്റ്യൂഡുകൾ എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. തൽപരകക്ഷിയല്ല. തുടങ്ങിയപ്പോ ഞാൻ സുരേന്ദ്ര സാറിനെ വൈക്കിൽ വിളിച്ചു പറഞ്ഞു, സുരേന്ദ്ര സാറിനെ വിളിച്ചു പറഞ്ഞു. സുരേന്ദ്ര സാർ വന്നു, വാൺ ചെയ്തു. മനസ്സിലായി. അതിനുശേഷം തന്നെ എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ മാനസികമായിട്ട്, അതുപോലൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ഇതൊരിക്കലും ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു പരാതിയിൽ പെട്ട 2 പേരെ കുറിച്ചല്ല പറയുന്നത്. ഇത് എഴുതിയ ആ അപരാധിമാരെ കുറിച്ചാണ്. പണ്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്. അങ്ങനെ കമന്റ് സെക്ഷനിൽ പല നടിമാരുടെയും പേര് വന്നു. പല ചാനലുകളും ഇന്ന നടി ആയിരിക്കും എന്ന് പറഞ്ഞ് വീഡിയോ. എന്ത് പ്രഹസനമാണ് സജി. അതിനകത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേര് ഗൗരി എന്ന് പറയുന്ന ആക്ടറിന്റെ ആണ്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. ഹായ്, ഞാൻ ഗൗരി. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധവുമില്ല. ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആള് ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ്. അമ്മാവോ, ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇടല്ലേ, ഞങ്ങൾ ഉള്ളോണ്ട് ജീവിച്ചു പൊക്കോട്ടെ. അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീരിയലുമായി ബന്ധപ്പെട്ട് 2ാമത്തെ പീഡന പരാതിയാണത്. ആര് കൊടുത്തേ, ആരാ ഇതിന്റെ പിന്നിലെന്നൊക്കെ ഉള്ളത് വഴിയേ അറിയാം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോട്ടെ. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.